റാണിമോളെ അമ്മായി വന്നിട്ടാ. സത്യം പറയാലോ, നിന്റെ കാര്യം അറിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ ഇരിക്കാനേ തോന്നിയില്ല. ഞാൻ അടുത്ത വണ്ടി കയറി കൂടെ പോകുന്നു. എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഡോക്ടർ, കുട്ടിക്ക് പ്രശ്നം ഉണ്ടാവുന്നു, അമ്മയ്ക്ക് പ്രശ്നം ഉണ്ടാവുന്നു, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ആണല്ലേ? എന്നാലും കീറി മുറിച്ചെടുത്തതല്ലേ, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എന്നാലും സുഖപ്രസവമാണ് അത്, അതിൻ്റെ ഒരു സംഭവം. സുഖപ്രസവം ഉണ്ടായില്ലെങ്കിൽ എന്താ പറയാ, മക്കൾ തമ്മിലുള്ള ഒരു കണക്ഷനൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഞങ്ങളുടെ കാലത്തെ 5 പെറ്റാലും സുഖപ്രസവം കത്തിയെടുത്ത് കീറാനൊന്നും സമ്മതിക്കില്ല. പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, കുഴപ്പമില്ല കേട്ടോ. മോളെ പാലില്ലാന്ന് തോന്നുന്നില്ലേ? അല്ല കുട്ടി ഇങ്ങനെ കരയുന്നത്, അതെന്താ കാര്യം എന്നറിയോ? സുഖപ്രസവം അല്ലല്ലോ, കീറി മുറിച്ചെടുത്തല്ലേ, അതുകൊണ്ടാവും. തൽക്കാലം കുറച്ച് മരുന്നൊക്കെ കഴിക്കും. നല്ലോണം മരുന്ന് കഴിച്ചാലേ പാലുണ്ടാവുള്ളൂ. പാലുണ്ടായാലേ കുട്ടിക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കില്ല. അമ്മയും കുട്ടിയും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്നൊക്കെ പറയുന്നത് മുലപ്പാലൊക്കെ നല്ലോണം കൊടുത്താലേ ഉണ്ടാവുള്ളൂ. സാരമില്ല. ജാനകി, ഞാൻ പറയുന്നുള്ളൊന്നും വിചാരിക്കരുത്. കുട്ടി കറുത്തിട്ടാണല്ലേ? എങ്ങനെ മാപ്പിള അങ്ങനെയാണോ? പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് കുറച്ച് കളറുണ്ട്, പക്ഷെ അതൊന്നും ഈ കൊച്ചിന് കിട്ടിയിട്ടില്ല. കറുത്ത് കരിവണ്ട് പോലെ ഇരിക്കുന്നു. തൂക്കം കുറവാണെന്നാണല്ലോ കേട്ടെ. തിന്നാനൊന്നും കൊടുക്കില്ലായിരുന്നോ? പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവൻ്റെ വീട്ടിൽ ഇപ്പം നിർത്തിയപ്പോഴേ ഞാൻ പറഞ്ഞതാ, നമ്മുടെ കൊച്ചാണ് നമ്മൾ നോക്കണമെന്ന്. ഇപ്പം എന്ത് ചെയ്യാനാ? നീ ഒരു കാര്യം ചെയ്യും, നല്ലോണം ലേഹ്യവും കഷായൊക്കെ നമ്മൾ കൊടുക്കുക. കൊച്ചിനെ കൂടെ വരട്ടെ. ഗ്യാസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ എല്ലാം മരുന്നുണ്ടാവും. പക്ഷെ നമ്മൾ നോക്കാനുള്ളത് നോക്കിക്കൊള്ളണം. എൻ്റെ മോള് പ്രസവിച്ചപ്പോൾ ഞാൻ കുങ്കുമപ്പൂ കൊടുത്ത് മരുന്ന് കൊടുത്ത് അതിൻ്റെയൊക്കെ കാണാനുണ്ട്. അവർക്ക് കൊച്ചിന് നല്ല തൂക്കമുണ്ടായിരുന്നു, ആരോഗ്യ പ്രശ്നമൊന്നുമില്ല, സുഖപ്രസവമായിരുന്നു. എന്തായാലും അമ്മായി പോവാ. കുട്ടിക്ക് തൂക്കത്തെ വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. നീ നല്ലോണത്തെ ഭക്ഷണം കഴിക്കുക. ഒരാളുടെ കഴിച്ചാൽ എനിക്ക് തടിച്ച് വീപ്പ കുറ്റി പോലെ ആകും. ഇപ്പം തന്നെ കണ്ടാലോ 22 വയസ്സുള്ളതെന്ന് പറയോ? 35 വയസ്സുകാരുടെ ശരീരം മുഖച്ചായൊക്കെ അവർക്ക്. വെറുതെ ഇങ്ങനെ തിന്ന് എന്തെങ്കിലുമൊക്കെ പണിയെടുപ്പിക്കുക അടുത്തേ, അതേ നടക്കുള്ളൂ. എന്നാ മോളെ ഞാൻ പോട്ടെ. ശരി.